നമസ്കാരം. ഇറാനിൽ യുഎസും ഇസ്രയേലും ചേർന്ന് നടത്തിയ സൈനിക ഇടപെടലിനെ കുറിച്ച് അമേരിക്കൻ മാധ്യമമായ CNN നടത്തിയ പുതിയ അഭിപ്രായ സർവേയിൽ ഒരു പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സൈനിക നടപടിക്ക് പിന്നാലെ നടത്തിയ ഈ സർവേയിൽ ഭൂരിപക്ഷം അമേരിക്കൻ പൗരന്മാരും ട്രംപിന്റെ തീരുമാനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി വ്യക്തമാകും. രാജ്യത്തിന്റെ വിദേശ നയത്തെയും ആഭ്യന്തര രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കാവുന്ന ഒരു വിഷയത്തിൽ ജനങ്ങളുടെ ഇത്തരമൊരു പ്രതികരണം അവഗണിക്കാൻ കഴിയില്ല. ട്രംപ് ഭരണകാലത്ത് തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇറാനിലേക്കുള്ള സൈനിക ഇടപെടൽ ആ മുദ്രാവാക്യത്തിന്റെ ആത്മാവിനോട് തന്നെ വിരുദ്ധമാണെന്ന വിമർശനം ശക്തമാണ്. രാജ്യത്തിനുള്ളിലെ സാമ്പത്തിക അസമത്വം, ആരോഗ്യരംഗത്തെ പ്രതിസന്ധി, കുടിയേറ്റ പ്രശ്നങ്ങൾ തുടങ്ങിയ ആഭ്യന്തര വെല്ലുവിളികൾ നിലനിൽക്കുമ്പോൾ വിദേശത്തുള്ള യുദ്ധ സാഹസങ്ങൾക്കായി ശ്രദ്ധയും വിഭവങ്ങളും തിരിക്കുന്നത് വിവേകശൂന്യമാണെന്ന അഭിപ്രായമാണ് പലർക്കും. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ജനങ്ങളുടെ ക്ഷേമമാണ്, അല്ലാതെ മറ്റൊരു രാജ്യത്തിലെ സംഘർഷങ്ങൾ സൈനികമായി വഷളാക്കുന്നതല്ല. ഇറാനുമായുള്ള ബന്ധം നേരത്തെ തന്നെ സംഘർഷപൂർണമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ച്. അത്തരമൊരു സാഹചര്യത്തിൽ സൈനിക ഇടപെടൽ നടത്തുന്നത് പ്രാദേശിക സ്ഥിരതയെ കൂടുതൽ തകർക്കാൻ മാത്രമാണ് ഉപകരിക്കുന്നത്. മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ തുല്യത വളരെ സൂക്ഷ്മമാണ്. ഒരു ചെറിയ നീക്കവും വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഇടയാക്കാം. ട്രംപിന്റെ നടപടി ഈ മേഖലയിലെ സംഘർഷാവസ്ഥയെ ശമിപ്പിക്കുകയല്ല, മറിച്ച് കത്തിച്ചെരിയിക്കുകയാണെന്നതാണ് വിമർശനം ഉയരുന്നത്. നയതന്ത്രപരമായ ചർച്ചകളും ബഹുപക്ഷ ഇടപെടലുകളും വഴി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടിടത്ത് ആയുധങ്ങൾക്ക് മുൻഗണന നൽകിയത് അധികാര ദുർവിനിയോഗത്തിന്റെ അഭാവം കാണിക്കുന്നു. അമേരിക്കൻ ജനതയുടെ ഭൂരിപക്ഷ വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെന്ന CNN സർവേയുടെ കണ്ടെത്തൽ രാഷ്ട്രീയപരമായി ഗൗരവമുള്ളതാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ അഭിപ്രായം ഭരണകൂടത്തിന് മാർഗദർശകമാകേണ്ടതാണ്. എന്നാൽ ട്രംപ് പലപ്പോഴും വിമർശനങ്ങളെ അവഗണിക്കുകയും സ്വന്തം രാഷ്ട്രീയ അടിത്തറയെ മാത്രം പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുവെന്ന ആരോപണം ശക്തമാവുകയാണ്. വിദേശ നയത്തിൽ പോലും ആഭ്യന്തര രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് കഠിനമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് അപകടകരമാണ്. സൈനിക ഇടപെടലുകൾക്ക് സാമ്പത്തിക ചെലവും അതീവ ഗുരുതരമാണ്. യുദ്ധ സജ്ജീകരണങ്ങൾക്കും സൈനിക പ്രവർത്തനങ്ങൾക്കുമായി ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിക്കേണ്ടി വരും. ആ പണം വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ രാജ്യത്തിന് ദീർഘകാല ലാഭം ഉണ്ടാകുമായിരുന്നു എന്ന വാദം ശക്തമാണ്, നീതിയുക്തവുമാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായപ്പോൾ യുദ്ധത്തിനായി വിഭവങ്ങൾ മാറ്റിവെക്കുന്നത് പ്രായോഗികതയല്ല, ഉത്തരവാദിത്വക്കുറവാണ്. ഇതോടൊപ്പം സൈനിക നടപടി അമേരിക്കൻ സൈനികരുടെ ജീവനും അപകടത്തിലാക്കും. വിദേശ ഭൂമിയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവർ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ്. അവരുടെ ജീവിതം രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കായി പണയം വയ്ക്കാൻ ഒരു ഭരണകൂടത്തിനും അവകാശമില്ല. യുദ്ധം ആരംഭിക്കുക എളുപ്പമാണ്, പക്ഷേ അതിൽ നിന്ന് മാന്യമായ ഒരു പുറത്തുകടക്കൽ അത്ര എളുപ്പമല്ല എന്ന് ചരിത്രം പലകുറി തെളിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ വിദേശ നയം പലപ്പോഴും അനിശ്ചിതത്വവും ആക്രമണപരമായ ഭാഷയും നിറഞ്ഞതായിരുന്നു. ഈ സമീപനം അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയെ പോലും ബാധിച്ചു. സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങളെയും കരാറുകളെയും മാനിക്കുകയും ചെയ്യുന്നതാണ് ഒരു വലിയ ശക്തിയുടെ ഉത്തരവാദിത്വം. ഇറാനിലെ സൈനിക ഇടപെടൽ ആ ഉത്തരവാദിത്വ ബോധത്തിന് വിരുദ്ധമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. CNN സർവേയിൽ പ്രതിഫലിച്ച ജനവിയോജിപ്പ് ഒരു മുന്നറിയിപ്പായി കാണേണ്ടതാണ്. ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അവർ സുരക്ഷയും സമാധാനവും സാമ്പത്തിക സ്ഥിരതയുമാണ് ആഗ്രഹിക്കുന്നത്. വിദേശ നയത്തിൽ ധൈര്യം എന്നത് ബോംബുകൾ ഇടുന്നതല്ല, സംഭാഷണത്തിനും സഹകരണത്തിനും അവസരം സൃഷ്ടിക്കുന്നതാണെന്ന തിരിച്ചറിവാണ് ഇന്ന് ആവശ്യം. ജനങ്ങളുടെ ഈ സന്ദേശം അവഗണിച്ചാൽ രാഷ്ട്രീയപരമായും ചരിത്രപരമായും ട്രംപ് വലിയ വില കൊടുക്കേണ്ടി വരും. ഇറാനിലെ സൈനിക ഇടപെടലിനെതിരായ അമേരിക്കൻ പൗരന്മാരുടെ നിലപാട് ജനാധിപത്യത്തിന്റെ അവകാശത്തിനായുള്ള മുറവിളിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ജനങ്ങൾ ചോദിക്കുന്നു, യുദ്ധം എന്തിനാണ്, ആരുടെ താല്പര്യത്തിനാണ്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായും ന്യായമായും മറുപടി നൽകാൻ ട്രംപ് പരാജയപ്പെട്ടു എന്നതാണ് വിമർശനത്തിന്റെ സാരം.